ഹലോ ഗൈസ്, വെൽക്കം. പിന്നെ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഷോർട്സാണ് എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യാറ്. കാരണം ഷോർട്സിനാണ് കുറച്ചുകൂടെ വ്യൂവേഴ്സ് കിട്ടുക, അതുകൊണ്ടാണ് അതിൽ പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ലോങ് വീഡിയോസ് ഇന്ന് ഒരു റിയാക്ഷൻ അങ്ങ് ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് ഞാൻ ഈ എയർ കളർ ചെയ്തൊന്ന് ഇട്ടായിരുന്നു, പക്ഷെ അതിനൊരു 200 വ്യൂവേഴ്സ് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ മൊത്തം ഷോർട്സ് ഇടാം. ഷോർട്സിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇന്ന് റിയാക്ഷൻ വീഡിയോ ഇട്ട് അയച്ചു. വേറെ ഒന്നല്ല, നമ്മുടെ യശ് നായകനാവുന്ന ടോക്സിക് മൂവിയുടെ ടീസർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു റായ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ടീസറാണ്. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടു നോക്കാം, അങ്ങനെയുണ്ട് കാണാം. കുറച്ച് ലൈറ്റായി എന്നറിയാം, എന്നാലും കണ്ടു നോക്കാം. വാ. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോവാം. ഞാൻ ലാപ്പിലാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മൈക്കിങ്ങനെ പിടിച്ച് വെക്കുന്നത് എന്താ വെച്ചാൽ, ഇതിവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും സൗണ്ട് കിട്ടുന്നില്ല. അപ്പോൾ പുതിയൊരു മൈക്ക് മേടിക്കാനായി. തുടങ്ങല്ലേ. അപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, വൈഫൈ കണക്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. പക്ഷേ ഇപ്പോൾ കണക്ട് ആയി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ ഞാൻ കന്നഡയാണ് റിയാക്ട് ചെയ്യുന്നത്, കാരണം മലയാളം ഇതിൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നു യൂട്യൂബിൽ. കന്നഡ, തെലുങ്ക്, ഹിന്ദി ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒറിജിനൽ ലാംഗ്വേജിൽ തന്നെ ചെയ്യാം. ഏതാ അത്? KVN പ്രൊഡക്ഷൻസ്. ಅವರುಗಳ ಕುತಂತ್ರನೇ ಬೇರೆ. ആരടാ അത്? ജോക്കറാ? ഗൈസ്, ജോക്കറൊക്കെ ഉണ്ട്. മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസ്. പൈസ നല്ല പൊട്ടിച്ചിട്ടുണ്ട് കേട്ടാ. നമുക്ക് ഈ വിഷ്വൽസ് കാണുമ്പോൾ മനസ്സിലാണ്ട്. CGI ഒക്കെ ആണെങ്കിൽ പക്ക ആക്കിയിട്ടുണ്ട്. ಎಲ್ರೂನು ಎದುರಾಕೊಂಡು ಬದುಕಕ್ಕಾಗಲ್ಲ. ಹಠ ಬಿಟ್ಬಿಡು. Give up Raya. റായയുടെ ഇൻട്രൊഡക്ഷൻ ഇപ്പോൾ കാണാൻ വന്നത്. പക്ഷെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ കണ്ടതാണ് ഒരിക്കൽ. പക്ഷേ ഇതെങ്ങനെ ഉണ്ടാവും നമുക്ക് കണ്ടറിയാം. ഏതടാ? Oh man. ഗീതു മോഹൻദാസ് ഫിലിം. ഭയങ്കര വയലൻസ് ആണെന്ന് തോന്നുന്നു. എന്തായാലും A സർട്ടിഫിക്കറ്റ് ആണ് പടം. 18+. ഹോക്കിൻസ് സ്റ്റാർ യശ്. എടാ, ഇത് നമ്മുടെ മലയാള ആക്ടർ അല്ലേ? അടിപൊളിയായിരിക്കും. എന്തായാലും ഫസ്റ്റ് ഷോക്ക് തന്നെ പോകേണ്ടി വരും. അപ്പം ഇതിൻ്റെ കൂടെ ഇറങ്ങുന്നത് ദുരന്തറും ആട് 3 ആണ്. ദുരന്തർ 2 ആണ് ക്ലാഷ് വെക്കുന്നത്. സോ ഇപ്പം ഏത് ഫസ്റ്റ് ഷോക്ക് പോകുന്നു ഇപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കാണ്. കഴിഞ്ഞിട്ടില്ല. എന്താ ക്യാമിയോ ആണോ? ആരുടെ ഇത്? ക്യാമിയോ. എടാ, യശല്ലത്. ഗൈസ്, അപ്പോൾ ഇതൊന്ന് നിർത്തട്ടെ. അപ്പോൾ ഗൈസ്, റിയാക്ഷൻ കഴിഞ്ഞു. അവസാനം വന്നത് യശായിരുന്നല്ലേ? ഒന്ന് അടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായേ, ചങ്ങായി എന്നാലും എപ്പോഴും ഈ താടിയൊക്കെ കളഞ്ഞേ. ഞാൻ കാണുമ്പോൾക്ക് ചങ്ങായി ഫുൾ താടിയും മുടിയിലൊക്കെ ആണ്. ഇതിപ്പോൾ താടിയുമില്ല മുടിയുമില്ല, പഴയ ഒരു ലുക്കിലാണ് യശ് വന്നിട്ടുള്ളത്. പഴയ ലുക്ക് വെച്ചാൽ ആദ്യത്തെ ലുക്കിൽ. ആദ്യം പുള്ളിക്കാരൻ സീരിയലിലൊക്കെ അഭിനയിക്കണം, അതുപോലെ താടിയൊന്നും ഇല്ലാതെ. അപ്പോൾ ഇതെന്താ ഡബിൾ റോളാണോ? ഡബിൾ റോൾ ആണെന്ന് തോന്നുന്നു. കാരണം ഏതായാലും നമുക്ക് കണ്ടിട്ട് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഏത് പടത്തിന് പോകുമെന്ന് ഇപ്പോൾ കൺഫ്യൂഷനാണ്. കാരണം ദുരന്തർ 2ൻ്റെ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ട്, ട്രെയിലർ ആണോ ടീസറാണോ ഇറങ്ങി അറിയില്ല.
ഇപ്പോൾ ദുരന്തർ 2 പോകണോ, അതുപോലെ തന്നെ നമ്മളെ ഷാജി പപ്പൻ ആൻഡ് ഗാങ് വരുന്നുണ്ട്. അപ്പോൾ ആട് 3യും റിലീസ് സെയിം ഡേറ്റ് ആണ് 19. അപ്പോൾ ഈ 3 പടം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആണ്. ദുരന്തർ 2 ടോക്സിക് ആണ് മെയിൻ. അപ്പോൾ ഏതിനിപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്ക് പോകുന്ന കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. ദുരന്തർ 2 വേണോ, ടോക്സിക് വേണോ, ഇല്ലെങ്കിൽ ആട് 3 വേണോ, നിങ്ങൾ പറയാ. ഞാൻ ഏതായാലും കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. അപ്പോൾ ദുരന്തർ 2ൻ്റെ ഒരു ടീസർ ട്രെയിലർ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ റിയാക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് അടിപൊളിയാണ്. എന്തായാലും ഇതിന് ചിലപ്പോൾ ടോക്സിക്കിന് ഞാൻ ചിലപ്പോൾ FDFS പോകും, കാരണം കണ്ടിട്ട് അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു റിയാക്ഷനാണ്, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ റിയാക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്സ് ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏത് പടത്തിനാണ് കാണാൻ പോകുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. ബൈ.